വർഷത്തെ IFFK എക്സാം? ഇത് 30ാമത്തെ വർഷമാണ് IFFKയുടെ 3 പതിറ്റാണ്ടുകൾ. അത് നമ്മളെ സംബന്ധിച്ചോളം വലിയ സന്തോഷമാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് വലിയൊരു സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. 94-ലെ ആദ്യത്തെ ഫെസ്റ്റിവൽ. അവിടെ നിന്ന് മിക്കവാറും ഇപ്പോൾ ഈ 30 വർഷത്തിനിടയിൽ 3-4 ഫെസ്റ്റിവൽ മാത്രം മിസ്സായിട്ടുള്ളൂ എനിക്ക്. അത് ഷൂട്ടിങ് കാര്യം മറ്റ് തിരക്കുകൾ കാരണമാണ്. എന്തായാലും ഇതിൻ്റെ ആദ്യകാലം മുതലുണ്ടായിരുന്ന ഇതിനോടൊപ്പം സഞ്ചരിച്ച ഒരാളെന്നുള്ള രീതിയിൽ IFFKയുടെ വളർച്ച വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം ഇന്ന് കണ്ടില്ല, ഈ പുതിയൊരു തലമുറയാണ്. ഇപ്പോൾ 94-ൽ ജനിക്കാത്ത അല്ലെങ്കിൽ അന്ന് കൊച്ചു കുട്ടികളായിരുന്ന അവരാണ് ഇപ്പോൾ ഈ മേള കൈയടക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു തലമുറ മാറ്റമാണ്. ഇപ്പോൾ ഞങ്ങൾ ആദ്യകാലത്ത് കണ്ട തലമുറയിൽപ്പെട്ട ഒരു 90% ആൾക്കാർ ഇപ്പം ഇല്ല. അല്ലെങ്കിൽ അവർ പ്രായമായി. പുതിയൊരു തലമുറ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ രീതിയിലുള്ള സിനിമ ആസ്വദിക്കുക, പുതിയ കാഴ്ചപ്പാടുകൾ അവരുടെ. പിന്നെ IFFKന്ന് സിനിമ കണ്ട് വളർന്ന കുട്ടികളാണ് ഇപ്പോൾ സിനിമയിൽ കൂടുതലുള്ളത്. അത് വലിയൊരു മാറ്റമല്ല. അവർ സ്വന്തമായിട്ട് സിനിമ എടുക്കുന്നു, അത് മെയിൻ സ്ട്രീം സിനിമ ചെയ്യുന്നു, ഇൻഡിപെൻഡൻറ്റ് സിനിമകൾ ചെയ്യുന്നു, വലിയ വിജയങ്ങൾ നേടുന്നു. ഇപ്പോൾ ഈ വർഷം തന്നെ മലയാള സിനിമയുടെ ഒരു പാക്കേജ് നോക്കിയാൽ നമുക്ക് കാണാം, എല്ലാം ഇൻഡിപെൻഡൻറ്റ് സിനിമകളാണ്. തിയേറ്ററിൽ വിജയം നേടിയ സിനിമകളോ അല്ലെങ്കിൽ തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമകൾ പോലും ഇല്ല. അപ്പോൾ അതൊക്കെ വലിയൊരു മാറ്റമാണ്. കാരണം ഒരു തലമുറ മുഴുവൻ IFFKയിലൂടെ സ്വാധീനം നേടി സിനിമ എടുക്കുന്നു എന്ന് പറയുന്നതാണ് IFFKയുടെ ഏറ്റവും വലിയൊരു വിജയം. അതിനപ്പുറത്തൊരു വിജയമില്ല. പിന്നെ എന്താ പറയുക, ഈ കാണുന്ന ജനപങ്കാളിത്തം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു മേളയാണ്. ഒരു ഉത്സവമാണ് എല്ലാ വർഷവും തിരുവനന്തപുരത്ത് ഈ മേള. പിന്നെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം മേളക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ഒരു നല്ല ദിശാബോധം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി നല്ല രീതിയിൽ അത് നടത്താൻ കഴിയുന്നുണ്ട്, നല്ല സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും അതിൻ്റേതായ ഗുണമുണ്ട്. മന്ത്രി ഇന്നലെ പറഞ്ഞു IFFK അതിജീവിതയ്ക്കൊപ്പം. നമ്മളെല്ലാവരും എപ്പോഴും അതിജീവിതർക്കൊപ്പമാണ്. എല്ലാ അതിജീവിതമാർക്കും ഒപ്പമാണെന്നുള്ളതാണ് സത്യം. പിന്നെ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഒരു പോളിസി കൂടിയാണത്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കൊടുക്കുന്നതാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ അതിജീവിത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വ്യക്തിപരമായിട്ട് എനിക്കും അത്രയും ബന്ധമുള്ള ആളാണ്. അപ്പോൾ അതിജീവിതയ്ക്കൊപ്പം ആണ് സർക്കാരും എന്ന് പറയുന്നത് വലിയൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. അത് സർക്കാരിൻ്റെ ഒരു പോളിസിയും ഇടതുപക്ഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുമാണ്. ആ രീതിയിൽ കൂടെയാണ് അതിനെ കാണാനായിട്ട്.